അമ്മേ നാരായണ ദേവി നാരായണ. ലക്ഷക്കണക്കിന് ഭക്തമനസ്സുകൾ ഒരേ സ്വരത്തിൽ വിളിക്കുന്ന ആ ഒരു മന്ത്രത്താൽ തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായി മാറുകയാണ്. ആറ്റുകാൽ പൊങ്കാല അത് വെറും ഒരു നിവേദ്യ സമർപ്പണമല്ല, മറിച്ച് ഓരോ സ്ത്രീയുടെയും ഉള്ളിലെ വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും വിജയമാണ്. എന്നാൽ ഈ വർഷത്തെ പൊങ്കാലയിൽ നിങ്ങളുടെ അടുപ്പിന് അരികിൽ അമ്മയുടെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന ചില അത്ഭുത ലക്ഷണങ്ങൾ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വ്രതം സഫലമായോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം? അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. ഈ പ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത് 2026 ഫെബ്രുവരി 23 തിങ്കളാഴ്ച വൈകുന്നേരം 5:30 കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടെ തുടക്കമാകും. അടുപ്പ് വെട്ട് വരുന്നത്, അതായത് പൊങ്കാല തുടക്കം വരുന്നത് മാർച്ച് 3 ചൊവ്വാഴ്ച രാവിലെ 9:45 പൊങ്കാല നിവേദ്യം മാർച്ച് 3 ഉച്ചയ്ക്ക് 2:15 ആണ് ആരംഭിക്കുന്നത്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, അന്നേ ദിവസം ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ ഉച്ചയ്ക്ക് 3:10 മുതൽ രാത്രി 7 വരെ ക്ഷേത്രനട അടച്ചിടും. അതിനാൽ താലപ്പൊലി നേർച്ചയുള്ളവർ ഉച്ചയ്ക്ക് 1:30 മുൻപായി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ആറ്റുകാൽ ഭഗവതിയുടെ അനുഗ്രഹം തേടി ലക്ഷക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ പൊങ്കാല അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ അർപ്പിക്കുന്ന ഈ പൊങ്കാല വെറും ഒരു നിവേദ്യമാണോ? ഇതിന് പിന്നിൽ ജ്യോതിഷപരമായും ആത്മീയപരമായിട്ടും ചില രഹസ്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അമ്മ സ്വീകരിച്ചോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? കുറേ ശുഭലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പൊങ്കാല തുടങ്ങുന്നതിന് മുന്നേ തന്നെ അമ്മ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ്. കൃഷ്ണപ്പരുന്ത്, അതായത് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്തോ തീർത്ഥം തളിക്കുമ്പോഴോ ആകാശത്ത് കൃഷ്ണപ്പരുന്തിനെയൊക്കെ കാണുന്നത് അതീവ ശുഭകരമാണ്. അതൊരു സൂചന തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു ദൈവിക ഗന്ധം വരുന്നത്, നമ്മൾ അടുത്തെങ്ങും പൂക്കളൊന്നുമില്ല, മഞ്ഞളിൻ്റെയോ അരളിപ്പൂവിൻ്റെയോ നല്ല പൂക്കളുടെയൊക്കെ സുഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ സാന്നിധ്യമാണെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം കേട്ടോ. പിന്നെ അതുപോലെ ചെറിയൊരു കാറ്റ്, കഠിനമായ ചൂടിനിടയിൽ നിങ്ങൾ പൊങ്കാല ഇടുകയാണ്, അതീവ ക്ഷീണമായിട്ടിരിക്കുന്ന സമയത്തും നിങ്ങളെ മാത്രം തലോടി കടന്നു പോകുന്ന ചെറിയൊരു കുളിർക്കാറ്റൊക്കെ, അതും അമ്മയുടെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗന്ധം അനുഭവപ്പെടുക. അടുപ്പിന് ചുറ്റും പുകയും കരിയൊക്കെ ആണെങ്കിലും ആ നിമിഷം പെട്ടെന്ന് ചന്ദനത്തിൻ്റെയോ പനിനീരിൻ്റെയോ അല്ലെങ്കിൽ കാട്ടുപുകളുടെയൊക്കെ മണം മൂക്കിലേക്ക് വരികയാണെങ്കിൽ അമ്മ നിങ്ങളുടെ ആ ഒരു അടുപ്പിനരികിൽ കടന്നു പോയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതുപോലെ പൊങ്കാല സമയത്ത് ചെറിയ പെൺകുട്ടികളോ പ്രായമായ സ്ത്രീകളോ വന്ന് വെള്ളം ചോദിക്കുകയോ നിങ്ങളെ നോക്കി ചിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു അമ്മയുടെ സാന്നിധ്യമായി കണക്കാക്കാം. അതുപോലെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പിൽ പുകയില്ലാതെ തീ നല്ല ചുവപ്പ് നിറത്തെ മുകളിലേക്ക് ഉയർന്നു കത്തുന്നത് നിങ്ങളുടെ പ്രാർത്ഥന അമ്മ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ തളർച്ച മാറുന്നത്, മണിക്കൂറോളം പട്ടിണി കിടന്ന് വെയിലത്തിരുന്നിട്ടും നിവേദ്യം തിളച്ചു തൂവുന്ന നിമിഷം ശരീരത്തിന് പുതിയൊരു ഊർജ്ജം ലഭിക്കുന്നത് അമ്മ നൽകുന്നൊരു ശക്തിപാതമാണ്. പിന്നെ അതുപോലെ പായസം തിളച്ചു തൂവുന്നതിലൂടെ കുറേ സൂചനകളുണ്ട്. കിഴക്കോട്ട് തൂവിയാൽ അത് കുടുംബത്തിൻ്റെ ഐശ്വര്യവും ആയുസ്സും നൽകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ വടക്കോട്ട് തൂവിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനലാഭം ഉണ്ടാവുമെന്ന് പറയുന്നു. എല്ലാ വശത്തേക്കും തൂവിയാൽ ഇത് അതീവ ശുഭകരമാണ്. അമ്മ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി അനുഗ്രഹിച്ചു എന്നതിൻ്റെ ഒരു വലിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അമ്മ വരുന്നത് ആർഭാടങ്ങളില്ല, ഭക്തൻ്റെ കണ്ണീരിലും വിളിയിലുമാണ്. വ്രതശുദ്ധിയോടെ അമ്മയെ വിളിച്ചാൽ ആ അടുപ്പിലെ അഗ്നികാളമായിട്ട് അമ്മ നിങ്ങളെ തൊടും. ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുവാനായിട്ട് ചിലവർ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രധാന വ്രതാചാര്യങ്ങളും പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വ്രതം എടുക്കേണ്ട ശരിയായ രീതിയാണ്. പൊങ്കാലയ്ക്ക് മുമ്പുള്ള വ്രതം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കലാണ്. സാധാരണയായി നമ്മൾ 7 ദിവസമോ അല്ലെങ്കിൽ ചുരുങ്ങിയത് 3 ദിവസമോ വ്രതം എടുക്കാറുണ്ട്. ദിവസവും 2 നേരം കുളിച്ച് അമ്മയെ ധ്യാനിക്കണം. ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ ഭക്ഷണക്രമത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പച്ചക്കറികൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ. മാംസാദികളും അതുപോലെ ലഹരി വസ്തുക്കളൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ ഈ വ്രതം എടുക്കുന്ന ദിവസങ്ങളെല്ലാം ഒഴിവാക്കണം. ഒരു നേരത്തെ അരിഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതാണ് പലയിടത്തും പതിവ്, അതായത് നമ്മൾ എടുക്കുന്ന ദിവസം. പിന്നെ അതുപോലെ മനസ്സിൽ ദേഷ്യം, വിദ്വേഷം തുടങ്ങിയ ചിന്തകളൊക്കെ ഒഴിവാക്കി അമ്മേ ശരണ എന്ന മന്ത്രം ജപിക്കാൻ നോക്കുക. പിന്നെ ശാരീരിക ശുദ്ധി അത്ര അത്യാവശ്യമാണ്. അതായത് ആർത്തവം കഴിഞ്ഞിട്ട് 7-8 ദിവസത്തിന് ശേഷം മാത്രമാണ് പൊങ്കോല ഇടാൻ പാടുള്ളൂ. അത് വീട്ടിലിടുന്നവരാണെങ്കിലും അമ്പലത്തിലിടുന്നവരാണെങ്കിലും ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ പൊങ്കാല ദിവസം പാലിക്കേണ്ട ചില പ്രധാന ചിട്ടകളുണ്ട്. അമ്പലത്തിൽ പൊങ്കാല ഇടുന്നവരാണെങ്കിലും വീട്ടിൽ പൊങ്കാല ഇടുന്നവരാണെങ്കിലും പൊങ്കാല ദിവസം പാലിക്കേണ്ട ചില പ്രധാന ചിട്ടകളുണ്ട്. അതായത് നമ്മൾ പുതിയ പാത്രങ്ങൾ മേടിക്കണം. അതായത് പുതിയ മൺപാത്രത്തിൽ മാത്രമേ പൊങ്കാല ഇടാൻ പാടുള്ളൂ.
ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ കലത്തിൽ വിള്ളലുകളോ പാടുകളോ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. കലം കഴുകി ശുദ്ധിയാക്കണം. നല്ല രീതിയിൽ കലം നന്നായിട്ട് കഴുകി ഉണക്കാൻ വെക്കുക. അതിനുശേഷം അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ. കലത്തിന് പുറത്ത് ചന്ദനവും പൊട്ടും തൊട്ട് കുറച്ച് പൂമാലയൊക്കെ ചാർത്തിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കുന്നത് ഐശ്വര്യമാണ്. പിന്നെ അരിയുടെ അളവും കലത്തിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം നിറയ്ക്കാം. അരി ഇടുമ്പോൾ തിളച്ചു തൂക്കാൻ പാകത്തിന് മുകളിൽ അല്പം സ്ഥലം ബാക്കി നിർത്തണം. പിന്നെ അടുപ്പ് ക്രമീകരിക്കുമ്പോൾ ദിശ ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. സാധാരണയായി കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിട്ട് ഇരുന്ന് വേണം പൊങ്കാല ഇടുന്നതാണ് ഉത്തമം. പിന്നെ അടുപ്പ് കൂട്ടുന്ന സ്ഥലം നന്നായിട്ട് കഴുകി ശുദ്ധിയാക്കി ചാണകവെള്ളമോ മഞ്ഞൾ വെള്ളമോ തളിച്ച് ശുദ്ധീകരിക്കണം. പിന്നെ ഇഷ്ടിക എടുക്കുമ്പോൾ പുതിയ 3 ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നമ്മൾ അടുപ്പ് കൂട്ടേണ്ടത്. പിന്നെ തീ കത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനം പണ്ടാര അടുപ്പാണ്. അതായത് പണ്ടാര അടുപ്പിൽ, ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തീ കത്തിച്ച ശേഷം ആ ദീപം ഓരോ അടുപ്പുകളിലേക്കും പകർന്നു നൽകുന്നതാണ് രീതി. ക്ഷേത്രത്തിൽ നിന്ന് ആ ശംഖനാദം മുഴങ്ങുമ്പോഴോ അറിയിപ്പ് ലഭിക്കുമ്പോഴോ നമുക്ക് മാത്രമേ സ്വന്തം അടുപ്പിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടുന്നവരാണെങ്കിലും അമ്പലത്തിൻ്റെ അവിടെ പോയി ഇടുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വീട്ടിലിടുന്നവരാണെങ്കിൽ ന്യൂസ് ചാനലൊക്കെ നോക്കിയിട്ട് ആ ഒരു അറിയിപ്പ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആ സമയത്താണ് തീ കത്തിക്കേണ്ടത്. പിന്നെ ഉണങ്ങിയ തെങ്ങിൻ മടലോ വിറകോ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് കവറുകളോ പേപ്പറുകളോ വെച്ചിട്ടൊന്നും കത്തിക്കാൻ പാടില്ല. ജപം ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. തീ കത്തിക്കുമ്പോൾ മുതൽ അമ്മേ ശരണം ദേവി ശരണം എന്ന മന്ത്രം മനസ്സിൽ ഉരുവിടുന്നതാണ് വളരെ ഉത്തമം. പിന്നെ തിളച്ചു തൂകുന്ന ഒരു രീതി ഉണ്ടല്ലോ. പൊങ്കാല തിളച്ചു തൂകുന്നത് ദേവിയുടെ പ്രസാദമായി കണക്കാക്കുന്നുണ്ട്. അത് കിഴക്കോട്ടോ വടക്കോട്ടോ തൂകുന്നത് അതീവ ശുഭകരമാണ്. അരി ഇടുന്നതും വെള്ളം തിളച്ചതിന് ശേഷം വേണം അരി ഇടാൻ. അരി ഇടുമ്പോൾ 3 പ്രാവശ്യം കൈകൊണ്ട് ചുറ്റി പ്രാർത്ഥിച്ച് നന്നായി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വേണം അരി ഇടാൻ പാടുള്ളൂ. ആറ്റുകാലമ്മയ്ക്ക് നമ്മൾ പ്രധാനമായും തയ്യാറാക്കുന്ന 4 വിഭവങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതായത് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ശർക്കര പായസമാണ്. ശർക്കര പായസം നമ്മൾ ഈ പൊങ്കാല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. ഉണക്കലരി, ശർക്കര, നെയ്യ്, തേങ്ങാക്കൊത്ത്, ഏലക്കയൊക്കെ ഇട്ട് കുറച്ച് പഴമൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. വെള്ളം തിളച്ച് തൂകിയ ശേഷം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇടുക. അരി വെന്ത് കഴിഞ്ഞാൽ ശർക്കര പാനി ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം. അവസാനം നമുക്ക് നെയ്യും തേങ്ങാക്കൊത്തും കുറച്ച് പഴമൊക്കെ അരിഞ്ഞിട്ട് ചെത്തിപ്പൂവും തുളസിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ രണ്ടാമത് വെള്ളച്ചോറ് നിവേദ്യമാണ്. പായസത്തിന് പുറമെ ലളിതമായ വെള്ളച്ചോറും അമ്മയ്ക്ക് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട്. ചേരുവകൾ ഞാൻ പറയാം. പച്ചരി, ഉണക്കലരി, കുറച്ച് വെള്ളമാണ്. അധികം ചേരുവകളില്ലാതെ തന്നെ ശുദ്ധമായ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന ചോറാണിത്. പിന്നെ മണ്ടപ്പുറ്റ്, തലവേദനയും മറ്റു ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറാനായിട്ട് ഭക്തർ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് മണ്ടപ്പുറ്റ്. പച്ചരിപ്പൊടി, അതുപോലെ തന്നെ ശർക്കര, ചെറുപയർ പരിപ്പ്, തേങ്ങ, വറുത്ത ചെറുപയർ പരിപ്പും അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി ആവിയിൽ വേവിച്ചെടുക്കുന്ന വിഭവമാണ്. ഈ കലത്തിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുന്നതാണ് പതിവ്. പിന്നെ തിരളിയപ്പം, അതായത് കുമ്പിളപ്പം, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് കേട്ടോ. വറുത്ത അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ഏലക്കയൊക്കെ ചിലവർ കുറച്ച് പഴം കൂടി ചേർക്കാറുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ച ശേഷം നമ്മുടെ വഴണയിലയിൽ തിരളിയിലയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് കുമ്പിളകളാക്കിയിട്ട് ചിലവർ മടക്കി വെക്കും, ചിലർ കുമ്പിളകളാക്കിയും അതിൽ മാവ് നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. ഇത് പ്രത്യേക ഒരു മണമാണ്. പൊങ്കാല കലങ്ങളിൽ നിന്ന് അത് കിട്ടുന്നത് പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത്തരം കാര്യങ്ങളാണ്. അരി ഇടുന്ന രീതി വെള്ളം തിളച്ച് തൂകിയ ശേഷമാണ് നമ്മൾ 3 പ്രാവശ്യം കൈകൊണ്ട് ചുറ്റി നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം മാത്രമാണ് അരി ഇടാൻ പാടുള്ളൂ. അരി ഇടുന്ന ഓരോ തവണയും നമ്മൾ അമ്മേ ശരണം ദേവിയെ ജപിക്കണം. പിന്നെ തവി ഉപയോഗിക്കുമ്പോൾ മരത്തവി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ പൂജാരിമാർ വന്ന് തീർത്ഥം തളിക്കുന്നത് വരെ നമ്മൾ പാത്രം പുറത്ത് തുറന്ന് വെക്കുകയൊന്നും ചെയ്യരുത്. അത് വാഴ വെച്ച് അടച്ച് വെക്കണം. തീർത്ഥം വീണ് കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രസാദമായി വിതരണം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയാണ് ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. ഭക്തലക്ഷങ്ങൾ ഒത്തുചേരുന്ന ഈ പുണ്യദിനത്തിലെ പ്രധാന വിവരങ്ങൾ ഒരിക്കൽ പറയാം. തീയതി വരുന്നത് 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയാണ്. അടുപ്പുവെട്ട് തുടക്കം വരുന്നത് രാവിലെ 9:45 നിവേദ്യം സമാപിക്കുന്നത് ഉച്ചയ്ക്ക് 2:15 ഗ്രഹണ സമയമാണ്. ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം 3:10 മുതൽ 7 മണി വരെ ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും. പിന്നെ അവധി, അവിടെയെല്ലാം തിരുവനന്തപുരം ജില്ലക്കാർക്ക് അന്ന് പ്രാദേശിക അവധിയായിരിക്കും കേട്ടോ. ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഭക്തി നിർഭരമായ ഒരു പൊങ്കാല മഹോത്സവം ആശംസിക്കുന്നു. പൊങ്കാലയുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതാണ്.